ഇന്ന് എനിക്ക് വയ്യ, കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാം, ഇത്രയും നേരത്തെ എണീക്കുന്നത് എന്തിനാണ്, ഇങ്ങനെയൊക്കെ നമ്മളിൽ പലർക്കും തോന്നാറുള്ള ഒരു പ്രശ്നമാണ്. അതിനാണ് മടി എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മടി എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു, അതിനൊക്കെയുള്ള അതിനെ ഒന്ന് മാറ്റാനുള്ള ചെറിയ ചെറിയ ടിപ്സുകളുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മടി ഒരു ദിവസം കൊണ്ട് വരുന്ന ഒരു സംഗതിയല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളുടെ ലക്കില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, നമ്മളെ കൊണ്ട് കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതെന്ന്. പക്ഷെ അതിൻ്റെയൊക്കെ ഞാൻ പറയട്ടെ, ഒരു ബേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മടി എന്ന് പറയുന്ന ഒരു സംഗതി വലിയൊരു ശത്രുവാണ് നമുക്ക്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം നമ്മൾക്ക് പലർക്കും പല ഡ്രീംസ് ഉണ്ടാവും. ചെറിയ പ്രായം മുതൽ, നമ്മുടെ കുട്ടികൾ മുതൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പല ഡ്രീംസ് കാണും. എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ നമുക്ക് കാണും. ഞാൻ നാളെ തൊട്ട് ഇത് തുടങ്ങും, അല്ലെങ്കിൽ ഒരു വർഷം തുടങ്ങുമ്പോൾ 2026 തുടങ്ങുമ്പോൾ ഞാൻ ജനുവരി മുതൽ ഇങ്ങനെ തുടങ്ങും, അല്ലെങ്കിൽ ഈ ആഴ്ച ഞാൻ അടുത്ത മൺഡേ മുതൽ ഞാൻ അങ്ങനെ തുടങ്ങും, ഇങ്ങനെ തുടങ്ങും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അവസാനം ആ ദിവസം എത്തുമ്പോൾ നമ്മളായിരിക്കും, ഇന്നൊരു സുഖമില്ല, അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, അതുകൊണ്ട് എന്താ കുഴപ്പം, കുറച്ചും കൂടെ ഒന്നാകട്ടെ എന്നൊക്കെ ഉള്ളൊരു ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ മടിയാണ്. മടി നമ്മുടെ കോൺഫിഡൻസ് പതുക്കെ നമ്മുടെ കോൺഫിഡൻസ് ലൂസ് ചെയ്യും. നമ്മളിൽ തന്നെ ഒരു ഡൗട്ട് വരും, നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അത് ചെറിയ പ്രായത്തിൽ അത്രയും തോന്നില്ല. ചെറിയ പ്രായത്തിൽ നമ്മളേക്ക് ഇനിയുണ്ടല്ലോ, സമയമുണ്ടല്ലോ, ഇഷ്ടമായ സമയമുണ്ടല്ലോ. പക്ഷെ നമുക്കൊരു ഇതുപോലെ തന്നെ ഒരു 40+ ആയി കഴിയുമ്പോൾ നമുക്ക് തോന്നും, നമ്മളുടെ ഇത്രയും ജീവിതം പോയി കഴിഞ്ഞു, നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പറയാം, കരിയർ വൈസ് സക്സസ് ആയവർക്കും തോന്നാം, അല്ലാത്തവർക്കും തോന്നാം. കാരണം ആ ഒരു ലൈഫ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും, കുട്ടികളൊക്കെ കുറച്ച് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി തുടങ്ങും, കുറച്ച് നമുക്ക് നമ്മുടെ സമയം കുറേയും കൂടെ ആലോചിക്കാനുള്ള സമയം കിട്ടും. അപ്പം നമ്മളേക്ക് എന്താ നമ്മൾ ചെയ്തത്. അപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ ഈ മടി നമ്മളെ പുറകോട്ട് വലിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മടി നമ്മളുടെ എല്ലാവരുടെയും ഒരു ശത്രുവാണ്. നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു കഴിവുണ്ട്. പലർക്കും പല കഴിവായിരിക്കും, ഒരാൾക്കുള്ള കഴിവല്ല ഒരാൾക്കുള്ളത്. പക്ഷേ ഈ മടി എന്ന് പറയുന്ന സംഗതി, ഇപ്പം നമ്മൾ രണ്ടുപേരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം നമ്മൾ രണ്ടുപേരും ഏകദേശം പുറത്തുനിന്ന് കാണുമ്പോൾ ഒരുപോലെ ആയിരിക്കും. പഠിപ്പിൻ്റെ കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ആയാലും സ്വഭാവം ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഒരാൾ സക്സസ് ആയി പോകുന്നതാണ്, ഒരാൾക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല, സാഹചര്യങ്ങളൊക്കെ ഒന്നാണെങ്കിലും ചിലപ്പോൾ അയാൾ നമ്മളെക്കാളും കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ടാവും. നമ്മൾ മടി പിടിച്ചൊരു കോർണറിൽ ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് അവരോട് കാണുമ്പോൾ തോന്നും, ഇവരെങ്ങനെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇവരെങ്ങനെ ടാലൻറ്റ്, ഇത്രയും ഇവർക്ക് സക്സസ് ആകാൻ പറ്റി, എന്നെപ്പോലും ഞാനും ഇവരെ പോലൊക്കെ ചെയ്തതാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ അല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ മടി പിടിക്കുന്നുണ്ടാവും. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും വലിയ കാര്യം. മടി പിടിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് റെഗുലറായിട്ട് ചെയ്യണം. അതിനൊരു സ്റ്റോപ്പ് ഇടരുത്. എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും, സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു വരും. പക്ഷെ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് നമുക്ക് മനസ്സിൽ നമുക്ക് ചെയ്യണം എന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം. എന്നാലേ നമുക്ക് ഈ മടി മാറ്റാൻ പറ്റുള്ളൂ. മടി മാറ്റിയില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളൊക്കെ 40+ ആയി. ഈ പറയുന്ന എനിക്കും മടിയുണ്ട്. ഞാൻ അവനവനെ എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റുന്നോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഓരോ ദിവസവും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നിയതും. കാരണം പല ദിവസങ്ങളിൽ വീഡിയോ എടുക്കണമെന്ന് തോന്നും. പക്ഷെ ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോൾ തോന്നും, ഇന്ന് വേണ്ട, നാളെ ആകാം. എല്ലാം പ്രിപ്പയർ ആയിരുന്നാലും അവസാനം ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ വൈകുന്നേരം ചെയ്യാം, വൈകുന്നേരം വേഗം രാവിലെ ചെയ്യാം. അങ്ങനെ എത്രയോ ദിവസങ്ങൾ പോയിട്ടുണ്ടെന്നറിയോ. പക്ഷേ അത് കഴിയുമ്പോൾ ഞാൻ വേഗം ഒരു ദിവസം നല്ല മൂഡ് വരുമ്പോൾ എടുത്തു കഴിയുമ്പോൾ ഞാൻ വയ്ക്കും, ഇത് ഇന്നലെയും ചെയ്യാമായിരുന്നു, 2 ദിവസം മുമ്പും എനിക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ചില ദിവസം രാവിലെ എണീക്കുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളൊക്കെ ഈ 40-45 ഒക്കെ ഏജ് ആകുമ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ വല്ലാത്തൊരു ടയർഡ്നെസ് തോന്നിയെന്ന് വരും. അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണം നമുക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായെന്ന് വരും. പീരിയഡ്സിൻ്റെ സമയത്ത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായെന്ന് വരും. ഇതൊക്കെയുണ്ട്, ഞാൻ സമ്മതിക്കുന്നു, അതെല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം വലിയ അച്ചീവ്മെൻ്റ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മടി മാറ്റി വെച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ചെറിയ സന്തോഷങ്ങളായിരിക്കും, പക്ഷെ ആ ചെറിയ സന്തോഷങ്ങൾ നേടണമെങ്കിൽ ഈ മടി മാറ്റി വെച്ചേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇതുവരെ എന്തൊക്കെ നമുക്ക് എന്താ പറയുക, മടി കാരണം നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ മടിയെ മാറ്റാൻ ചെറിയ ടിപ്സുകൾ ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് അത് ഷെയർ ചെയ്യാം നിങ്ങളോട്. ആ മടി മാറ്റാനായിട്ട് ആദ്യം നമ്മളോട് തന്നെ ഒന്ന്
ഉറച്ച് നമ്മുടെ മനസ്സിനൊരു ധൈര്യം കൊടുക്കണം, ശക്തി കൊടുക്കണം, അല്ലെങ്കിൽ ഉറച്ചൊരു തീരുമാനം എടുക്കാനുള്ള ശ്രമം നടത്തണം. എന്ത് തന്നെ ആയാലും എത്ര പ്രോബ്ലം ഉണ്ടെന്ന് തോന്നിയാലും ഞാനിത് ചെയ്യും. ബാക്കിയുള്ളവരെന്ത് പറയുന്നു, അല്ലെങ്കിൽ എനിക്ക് സ്വയം ഒരു ലോ ഫീലിംഗ് തോന്നുന്നു, എന്നാലും ശരി, ഞാനൊരു ടാർഗറ്റ് വെക്കുക. എല്ലാ ദിവസവും ഞാൻ ഇത് ചെയ്യും. ആഴ്ചയിൽ എനിക്ക് നമ്മളൊരു സാറ്റർഡേ സൺഡേയിൽ നമ്മൾ എഴുതി വെക്കുക. എഴുതി വെക്കുന്ന ഏറ്റവും ബെസ്റ്റാണ്. കാരണം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ആഴ്ച നമുക്കിതൊക്കെ ചെയ്യണം എന്നുള്ളൊരു ടാർഗറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണം നമ്മൾ ഉറപ്പിക്കുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് അത് നമ്മൾ എഴുതി വെക്കുന്നത്. ഏത് കാര്യം നമ്മൾ എഴുതി വെക്കുമ്പോൾ കുറച്ചും കൂടെ അതിന് ഒരു എന്താ പറയുക റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിൽ കുറച്ചും കൂടെ അത് രജിസ്റ്റർ ചെയ്യുവാണ്. നമുക്ക് ഇന്ന കാര്യങ്ങൾ, നമുക്ക് ഇന്ന ഡ്രീംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഈ ആഴ്ച ചെയ്യണം, അത് എഴുതി വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും നമുക്ക് ഒരു രാവിലെ എണീക്കുന്ന ശീലം ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏർലി മോർണിംഗ് ആണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5 മണി, ഞാനിപ്പോൾ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും എണീക്കുന്നുണ്ട്. എനിക്ക് ഓഫീസിൽ പോകണം, കുട്ടികളെ സ്കൂളിൽ വിടണം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. എന്നാലും നമ്മളൊരു 5:30-6 മണിക്കുള്ളിൽ എണീക്കാൻ ശ്രമിക്കുക. എണീറ്റ് കഴിഞ്ഞ് കുറച്ച് മെഡിറ്റേഷൻ, യോഗ, അല്ലെങ്കിൽ പുറത്ത് നടക്കാൻ പോകാൻ പറ്റുന്നവർ നടക്കാൻ പോവുക, അങ്ങനെയൊക്കെ കുറച്ച് എക്സസൈസ് ചെയ്യുക. ഒരു അരമണിക്കൂർ അവനവന് വേണ്ടി ആദ്യം മാറ്റി വെക്കുക രാവിലെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സമയം പ്ലാൻ ചെയ്യേണ്ടി വരും. അറിയാം, എല്ലാവർക്കും രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടേണ്ടതുണ്ടാകും, അല്ലെങ്കിൽ വേറെ ഹസ്ബൻഡിനെ ഓഫീസിൽ പോകണം, സ്വയം ഓഫീസിൽ പോകണം, അങ്ങനെയൊക്കെ പലതും കാണും. പക്ഷേ ഈ അരമണിക്കൂർ ഞാൻ എന്തായാലും ഡെയിലി അവനവന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കുക അവനവന് തന്നെ. അത് ചിലപ്പോൾ അത് നമുക്ക് തോന്നും, നമ്മൾ അത്രത്തോളം നമ്മൾ ചെയ്യാൻ നോക്കുന്നു, അത്രത്തോളം നമ്മളെ പുറകോട്ട് വലിക്കും നമ്മുടെ മനസ്സ് ആദ്യമൊക്കെ. പക്ഷെ നമ്മളത് വിട്ടു കൊടുക്കാതിരിക്കാൻ നോക്കുക. അവിടെയാണ് ആദ്യത്തെ വിജയം നമുക്ക്. അപ്പോൾ ഒരു അരമണിക്കൂർ എന്തെങ്കിലും ഒരു എക്സസൈസ്, കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിനൊരു സമാധാനം ഉണ്ടാകും, കുറച്ചും കൂടെ നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് മെഡിറ്റേഷൻ. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള മെഡിസിനാണ് മെഡിറ്റേഷൻ. കാരണം അത് ഞാൻ ചെറിയ അപ്പം നമുക്ക് ഞാൻ മെഡിറ്റേഷൻ എനിക്കിനി ഇത്രയും നേരം മെഡിറ്റേറ്റ് ചെയ്യണം, അതല്ല, 5 മിനിറ്റിൽ തുടങ്ങുക. വലിയതൊന്നുമില്ല, 5 മിനിറ്റ് എക്സസൈസ് ആയാലും 5 മിനിറ്റ് 10 മിനിറ്റിൽ തുടങ്ങുക. കുറച്ച് ദിവസങ്ങൾ, പക്ഷേ കൺസിസ്റ്റൻസി വേണം. എല്ലാ ദിവസവും ഞാൻ ചെയ്യും, 5 മിനിറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുമ്പോൾ നമ്മൾക്ക് പിന്നെ അതിൻ്റെ സമയത്തിനനുസരിച്ച് നമുക്ക് സ്വയം ചെയ്യാൻ തോന്നും. പക്ഷേ നമ്മൾ 2 ദിവസം ചെയ്ത് കഴിയുമ്പോൾ ഇന്നിനിയും വയ്യ എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് വരാതിരിക്കുക. അത് അവനവനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. എനിക്ക് ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ വെക്കുക. അപ്പം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. രാവിലെ എണീക്കുക, അവനവന് വേണ്ടി ഒരു അരമണിക്കൂർ നീക്കി വെക്കുക, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇത്രയുമാണ് ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മടിയെ മാറ്റാനുള്ള നിങ്ങൾക്ക് അതിനൊരു അതിനൊരു വഴി തുറന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അതിന് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് അവനവൻ്റെ ഹെൽത്തിനെ നല്ലതുപോലെ കൺസിഡർ ചെയ്യുക. നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക അവനവൻ്റെ ഹെൽത്തിനെ. ചെറിയ ഇഷ്യൂസ് ആണെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഒരു മെയിൻ പ്രോബ്ലമാണ് വിറ്റാമിൻ ഡി കുറവ് വരുന്നത്. മിക്കവാറും എല്ലാവരിലും കാണുന്ന ഒരു പ്രോബ്ലമാണ് വിറ്റാമിൻ ഡി കുറയുന്നത്. വിറ്റാമിൻ ഡി കുറയുമ്പോൾ നമുക്ക് ഈ മടി എന്ന് പറഞ്ഞാൽ എനർജി ഇല്ലാത്തൊരു ഫീലിങ്, പല വേദനകൾ തോന്നുന്നത്, ഒരു മൂഡില്ല, അങ്ങനെയുള്ളതൊക്കെ വിറ്റാമിൻ ഡി, B12 അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. അത് പക്ഷേ ഇപ്പം മിക്കവാറും ഇന്ത്യയിൽ വളരെ കൂടുതൽ ഒരു പെർസെൻറ്റേജ് അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് എസ്പെഷ്യലി ലേഡീസിന് നമ്മൾക്ക് അല്ലാതെ തന്നെ കുറേ ജോലികളുണ്ട്, കുറേ ഓഫീസായാലും വീടായാലും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ടെൻഷനും അതെല്ലാം നമുക്കുള്ളപ്പം നമുക്കും അത് കൂടുതൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വിറ്റാമിൻ സപ്ലിമെൻ്റ് എടുക്കാനോ, അല്ലെങ്കിൽ ഫിസിഷ്യനെ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് പ്രോബ്ലം, ഒരു 6 മാസത്തിലോ ഒരു വർഷത്തിലോ ഒരു ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം CBC ചെയ്യുക, തൈറോയിഡ്, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അതിൻ്റെ മടി പിടിക്കരുത്. നമ്മളുടെ ഹെൽത്ത് ആദ്യം നോക്കിയാലേ നമുക്ക് മറ്റുള്ളവരെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹെൽത്ത് ആദ്യം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഹെൽത്ത്. അപ്പോൾ അതിനെ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ ഇടയ്ക്കൊരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കൊളസ്ട്രോള്, ഷുഗർ, അല്ലെങ്കിൽ തൈറോയിഡ്, പിന്നെ ഈ CBC ടെസ്റ്റ്, അതിലെല്ലാം ഒന്ന് നോക്കുക. വിറ്റാമിൻ ഡി, സ്പെഷ്യലി വിറ്റാമിൻ ഡിയും B12 എന്തായാലും ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ അത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്റ് എടുക്കുക. അതിനനുസരിച്ചുള്ള നമ്മളുടെ ഡയറ്റിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. ഇതൊക്കെ ചെയ്യുക ആദ്യം. ഇതിനെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ചെയ്യാൻ നമുക്ക് മടി വരും.
പിന്നാകാം, ഇനി ഇതാരാ ഇതിനു വേണ്ടി പണിയെടുക്കുക, എല്ലാവർക്കും ഉണ്ടാക്കുന്നതിൻ്റെ എന്തെങ്കിലും നമ്മളും അതും കൂടെ കഴിച്ചേക്കാം, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. ഇത് ഞാനും വിചാരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ട് പിന്നെ കഴിക്കാം, ചിലപ്പോൾ ഓഫീസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ വീട്ടിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ 100% ഒന്നും പെർഫെക്റ്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഞാൻ ഗോ ത്രൂ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നി നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ എന്നെപ്പോലെ ഗോ ത്രൂ ചെയ്യുന്ന പലരും ഉണ്ടാകും. അപ്പം നമ്മളെ ഒന്നിച്ച് ഇങ്ങനെ ഒരാൾ കേൾക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്തിനെ കുറിച്ച് വളരെ കൺസേൺ ആയിരിക്കണം. ഹെൽത്ത് ഇങ്ങനെയുള്ള സപ്ലിമെൻ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് സപ്ലിമെൻ്റ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, എന്തെങ്കിലും ഒരു വിറ്റാമിൻ്റെ ഒക്കെ കുറവുണ്ടായിരിക്കും നമുക്ക് ഈ ഒരു ലോ ഫീലിംഗ് തോന്നുന്നതും ഇത്രയും ടയർഡ്നെസ് തോന്നുന്നതും ഒക്കെ നമുക്ക് തോന്നില്ല. നമുക്ക് ഇറിറ്റേഷൻ വരും, നമ്മൾ ആളുകളോട് ബഹളം ഉണ്ടാക്കും, വീട്ടിലുള്ളവരോട് ദേഷ്യം വരും, ഇതൊക്കെ നമുക്ക് വരും. പക്ഷേ അതിൻ്റെ എന്താണ് കോസ് എന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, എങ്ങനെ അതിന് മാറ്റാം എന്നുള്ളതിന് വേണ്ടി ശ്രമിക്കുക. അപ്പം അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ട് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാം വേറൊരു കോസും കൂടെ ഉണ്ട്. നമ്മൾ ഈ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് കുറച്ച് കുറയ്ക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഈ 30 മിനിറ്റ് ഞാൻ പറഞ്ഞു അവനവന് വേണ്ടി ചെയ്യാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ എണീക്കുന്ന ഉടനെ നമ്മളുടെ കയ്യിൽ മൊബൈൽ വരുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കും, റീൽസ് നോക്കും, അങ്ങനെ പല കാര്യങ്ങളും നോക്കും. അപ്പോൾ അതിനെ കുറച്ചൊന്ന് കുറയ്ക്കാൻ നോക്കുക. കാരണം നമുക്കറിയാം നമ്മളുടെ എല്ലാം ഓട്ടോമാറ്റിക്കലി പോകുന്നൊരു സംഭവമാണ്. പക്ഷെ അതിനെ നമ്മൾ ബോധപൂർവം കുറയ്ക്കാൻ ശ്രമിച്ചാലേ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം രാവിലെ എണീറ്റ് നമ്മൾ പകുതി സമയം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സമയം പോകും. പിന്നെ നമുക്ക് ഇനി എൻ്റെ സമയമെല്ലാം പോയി, എനിക്ക് ഓഫീസിൽ പോകാറായി, അതായി, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ സമയത്ത് കുറച്ച് മൊബൈൽ സ്ക്രോളിങ് എസ്പെഷ്യലി രാവിലത്തെ സമയത്ത് കുറയ്ക്കാൻ ശ്രമിക്കുക. അതും ഈ ഒരു മടിക്ക് നമ്മളുടെ ബാക്കി കാര്യങ്ങൾക്ക് ഇതിന് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ മടി ഉണ്ടാവില്ല നമുക്ക്. പക്ഷെ നമ്മളുടെ ടാർഗറ്റിനെ അച്ചീവ് ചെയ്യാൻ അതൊരു മടിയുടെ ഭാഗമായിട്ട് തന്നെ കണക്ക് കൂട്ടാൻ പറ്റും ഈ സ്ക്രോളിങ്. കാരണം നമുക്ക് വേണ്ട ഒരു എന്താ പറയുക, നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാണുവാണെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസോ അങ്ങനെയുള്ളതൊക്കെ രാവിലത്തെ സമയത്ത് കാണാൻ നോക്കുക. കാരണം രാവിലത്തെ സമയത്ത് നമ്മുടെ മനസ്സ് ആക്റ്റീവ് ആയിരിക്കും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നല്ലപോലെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും മോട്ടിവേഷനായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രം സ്ക്രോൾ ചെയ്യുകയാണെങ്കിലും അത് മാത്രം കേൾക്കാൻ ശ്രമിക്കുക, കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതും ഒരു മെയിൻ സംഗതിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ലൈഫിൽ. ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഇത് എന്നെ പോലുള്ള പലരും ഉണ്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ തോന്നുന്നത്. നമ്മൾ എന്താ ചെയ്തത്, ഇത്രയും നാളായി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെയുള്ളൊരു തോന്നുന്നവരാണ് നമ്മൾ പകുതി ആളുകളും. അപ്പോൾ അങ്ങനെ ആകുമ്പം ഞാൻ ഈ പറഞ്ഞ കുറേ ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.